വിദ്യാർത്ഥികളുടെ ജനാധിപത്യ അവകാശങ്ങളെ ഹനിക്കുന്നതാണ് ദില്ലി സർവകലാശാലയുടെ പുതിയ ഉത്തരവ്. യോഗങ്ങളും പൊതുപരിപാടികളും ക്യാമ്പസിനകത്ത് നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനങ്ങളാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇന്ന് ഇപ്പോൾ SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശം സജി നമ്മളോട് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കേവലമായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളെ പോലും ഹനിക്കുകയാണ്. എന്താണ് പ്രതികരണം? വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങളാണ്. വിദ്യാർത്ഥി വിരുദ്ധ സമീപനം മാത്രമല്ല, ജനാധിപത്യ വിരുദ്ധ സമീപനവുമായിട്ടാണ് ദില്ലി സർവകലാശാല അധികാരികൾ അതോടൊപ്പം തന്നെ പോലീസും അതിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 13-ാം തീയതി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ SFI, ഐസ, മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് UGC ഇക്വിറ്റി റെഗുലേഷൻ ബില്ല്, പുതുതായിട്ട് വന്ന ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പിലാക്കുന്നതിന് വേണ്ടി ഉള്ള പ്രതിഷേധ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരുന്നതാണ്. നമ്മുടെ ക്യാമ്പസുകൾക്കകത്ത്, നമ്മുടെ സർവകലാശാലകൾക്കകത്ത് നടക്കുന്ന ജാതി വിവേചനങ്ങൾക്കെതിരെ അതിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അതിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ട നടപടികൾ UGCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ശക്തമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ. ആ ഘട്ടത്തിലാണ് ഈ സ്റ്റേ ചെയ്ത ഘട്ടത്തിൽ ഇത് നടപ്പിലാക്കുന്നതിന് വേണ്ടി, ഇത് ശക്തിയാക്കി നടപ്പിലാക്കുന്നതിന് വേണ്ടി ഈ നിയമങ്ങൾ കുറച്ചുകൂടി കർക്കശമായി നടപ്പിലാക്കുക, രോഹിത് വിമല ആക്ട് നടപ്പിലാക്കുക, ക്യാമ്പസുകൾക്കകത്ത് ജാതി വിവേചനങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുക, ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിവിധ വിദ്യാർത്ഥി സംഘടനകൾ രാജ്യത്താകമാനം തന്നെ ആ ദിവസം സമരം നടത്തി. അന്ന് DUവിലും ആ സമരം നടത്തുമ്പോൾ ആ സമരത്തിനകത്തേക്ക് സംഘപരിവാറിൻ്റെ ചില യൂട്യൂബ് മാധ്യമ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ RSSകാർ, ABVPക്കാർ അതിലേക്ക് ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി വരികയാണ്. അതിനെ അടിച്ചമർത്താൻ വേണ്ടി അവിടെ സമരം ചെയ്തുകൊണ്ടിരുന്ന വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന നിലപാടുമായി അവർ വന്നപ്പോൾ അവിടെ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. പക്ഷേ അവിടെ എടുത്തത് സർവകലാശാല അധികാരികൾ, ഡൽഹി യൂണിവേഴ്സിറ്റി അധികാരികളും അതോടൊപ്പം തന്നെ ഇപ്പോൾ പോലീസ് അധികാരികൾ അവിടെ എടുത്ത സമീപനം ഈ സമരത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ്. ആ സമരത്തിനെതിരെ RSSും സംഘപരിവാറും ABVP ഉയർത്തിയ മുദ്രാവാക്യം മനുവാദം ഉയരട്ടെ, ബ്രാഹ്മണവാദം ഉയരട്ടെ, കീഴാളന്മാർ തുലയട്ടെ, ഈ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി ഈ സംഘപരിവാറും ഈ യൂട്യൂബർമാരും അതോടൊപ്പം തന്നെ അവിടെയുള്ള ABVPക്കാരും വരുന്നത്. അതിനെതിരെ ശക്തമായിട്ടുള്ളൊരു പ്രതിരോധമുണ്ട്. രാജ്യത്തെ ക്യാമ്പസുകൾക്കകത്ത് താകമാനം തന്നെ ഈ ജാതി വിവേചനങ്ങൾക്കെതിരായി ശക്തമായിട്ടുള്ള സമരം ഉയർന്നു വരും. ഈ ക്രമസമാധാന പ്രശ്നമുണ്ടെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്ന ന്യായം. പക്ഷേ 5-ൽ കൂടുതൽ ആളുകൾ പോലും കൂടിച്ചേരുന്നതാണ് നിരോധിച്ചിരിക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കാനും നിങ്ങളെ പുറത്താക്കും. അതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശക്തമായിട്ടുള്ള നടപടികൾ സർവകലാശാല അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. 5 പേരിൽ കൂടുതൽ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ല, പോസ്റ്റർ പതിക്കാൻ പാടില്ല. അതായത് ഒരു വിദ്യാർത്ഥിക്ക് ആ ക്യാമ്പസിനകത്ത് അവൻ്റെ അക്കാഡമിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ പൊതുവിഷയങ്ങളായിക്കോട്ടെ ശബ്ദിക്കരുത്. ഇതൊരു ഈ പറയുന്നത് പോലെ അടിയന്തരാവസ്ഥ സമയത്ത് നമ്മളിത് കണ്ടതാണ്. ഇന്നിപ്പോൾ രാജ്യം അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലും അതേ സമീപനമാണ്. മിണ്ടിയാൽ നിങ്ങളുടെ കഴുത്തെടുക്കും, നിങ്ങളുടെ വിദ്യാഭ്യാസ ഭാവി ഇല്ലാതാക്കും എന്ന നടപടിയായിട്ട് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായിട്ടുള്ള പ്രതിരോധം ഉണ്ടാകും. ഇപ്പോൾ അവർ ഈ പറയുന്ന റെഗുലേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കുലർ ഇറക്കിയെന്നും പറഞ്ഞ് വിദ്യാർത്ഥികൾ മിണ്ടാതിരിക്കുമെന്നും സമരം ചെയ്യാതിരിക്കുമെന്നും അവർ കരുതേണ്ട കാര്യമില്ല. ശക്തമായിട്ടുള്ള സമരം അവിടെ ഉണ്ടാവും. സമരം ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്രാഹ്മണവാദ അല്ലെങ്കിൽ ഈ വർണ്ണ വ്യവസ്ഥ രാജ്യത്തിനകത്ത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോടൊപ്പം നിൽക്കുന്ന സമീപനമാണ് പോലീസും സർവകലാശാല അധികാരികൾ ഇതിനകത്ത് എടുത്ത് സ്വീകരിച്ചിട്ടുള്ളത്. അവർ എത്ര സർക്കുലർ ഇറക്കിയാലും, എത്ര നിലയിൽ പോലീസിനെയോ പട്ടാളത്തെയോ എന്തുപയോഗിച്ച് പ്രതിരോധിച്ചാലും ഞങ്ങൾ സമരം അവിടെ നടത്തും. വിദ്യാർത്ഥി വിരുദ്ധമായ ഏത് സർക്കുലറോ ഏത് നടപടിയായിട്ട് ആര് പോയാലും അവിടെ ശക്തമായിട്ടുള്ള പ്രതിരോധം SFIയുടെ ഭാഗത്തുനിന്നും വിദ്യാർത്ഥികൾ, ഈ പുരോഗമന ചിന്താഗതിയുള്ള വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും. ഒരു നിലയിലും ഈ സർക്കുലറിനെ ഞങ്ങൾ മുഖവിലയ്ക്ക് എടുക്കാനേ തയ്യാറാകുന്നില്ല. ഞങ്ങളിത് ചവറ്റുകൊട്ടയിലായിരിക്കും ഈ സർക്കുലർ ഇടാൻ പോകുന്നത്. അവിടെ പ്രതിഷേധം നടക്കും, സമരം നടക്കും, മുദ്രാവാക്യങ്ങൾ ഉയർത്തും, ചർച്ചകൾ നടത്തും, സമര പ്രഖ്യാപനങ്ങളുണ്ടാവും. അതിനകത്ത് യാതൊരു തർക്കവും ഉണ്ടാവുന്നില്ല. ക്യാമ്പസിനകത്ത് UGC തുല്യതാ ചട്ടം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെടുന്ന വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ നിശബ്ദമാക്കാനുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവിലൂടെ ദില്ലി യൂണിവേഴ്സിറ്റി ശ്രമിക്കുന്നത്. അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കുമെന്നാണ് ഇപ്പോൾ SFI വ്യക്തമാക്കുന്നത്. ദില്ലിയിൽ നിന്നും ക്യാമറ പേഴ്സൺ കിരൺ രാജിനോടൊപ്പം ഫെമിന സീൻ, കൈരളി ന്യൂസ്.